ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകൾ ആര് ഭരിക്കുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ആല, ചെറിയനാട് പഞ്ചായത്തുകൾ മുന്നണി സ്ഥാനാർത്ഥികൾ തുല്യ സീറ്റ് നേടിയപ്പോൾ കാടനാട് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥിയായിരിക്കും പ്രസിഡന്റ് ആവുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ആല, ചെറിയനാട്, പാണ്ടനാട് എന്നീ പഞ്ചായത്തുകളുടെ ഭരണം ഇനി ആർക്കെന്ന ചോദ്യം ഉയരുകയാണ്. ആകെ 14 വാർഡുകളുള്ള ആല പഞ്ചായത്തിൽ ഭരണഭൂരിപക്ഷത്തിനു വേണ്ടത് 8 സീറ്റുകളാണ്. എന്നാൽ UDF 5, NDA 5, LDF 4 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ സീറ്റ് നില. അതിനാൽ ഭരണം എങ്ങോട്ട് വേണമെങ്കിലും മാറിമറിയാം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വിധിയെഴുതി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഇവിടെ നടന്ന ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഷെയർ ഇട്ടുകൊണ്ട് അവരൊന്നിച്ച് ഭരണം നടത്തുകയും കഴിഞ്ഞ അതിനുശേഷം 4.5 വർഷക്കാലം ഒന്നിച്ച് ഭരിച്ചതിന് ശേഷം 4.5 വർഷത്തിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയം നോക്കി വലതുപക്ഷം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷം അത് രാജിവെക്കുകയും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ പ്രതിപക്ഷമായി നിന്ന് ജനങ്ങളോട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ആണ് ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളതാണ്. ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ടോസും ഭാഗ്യവും നിർണായകമാകും. ആലയിൽ ഭരണം നിലനിർത്തണമെന്ന പ്രതീക്ഷയായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ആല പഞ്ചായത്തിൽ BJP-യെ ഭരണത്തിൽ നിന്നകറ്റാൻ LDF UDF സഖ്യം ഇവിടെ പരീക്ഷിക്കുമോ എന്നും ചർച്ചകളുണ്ട്. ചെറിയനാട് പഞ്ചായത്തിലാകട്ടെ ഇടത് വലത് മുന്നണികൾ തുല്യം സീറ്റുകൾ നേടിയിരിക്കുകയാണ്. ഇവിടെ NDAയ്ക്ക് 4 സീറ്റാണ് ലഭിച്ചത്. 16-അംഗ സമിതിയിൽ ഭൂരിപക്ഷത്തിന് 9 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇവിടെ നറുക്കെടുപ്പിലൂടെ അധ്യക്ഷനെ തീരുമാനിക്കാനാണ് സാധ്യത. 10-ൽ കൂടുതൽ സീറ്റുകളായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പാണ്ടനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ 11-ാം വാർഡിൽ ഞങ്ങളുടെ UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് പരാജയപ്പെട്ടു. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്, വനിതാ സ്ഥാനാർത്ഥിയാണ് സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. UDF-ന് വ്യക്തമായി ഇപ്പോൾ 6 പേര് ഉണ്ട്. അതുപോലെ തന്നെ BJP-ക്ക് 5 പേരുണ്ട്, 3 LDF ഉണ്ട്. പിന്നെ പാർട്ടി നേതൃത്വം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കക്ഷിനില CPIM 6, കോൺഗ്രസ് 5, അവരുടെ സഖ്യകക്ഷിയിൽപ്പെട്ട മുസ്ലിം ലീഗ് 1, അങ്ങനെ 6. ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ CPIM ആണ് 6 സീറ്റും, 4 സീറ്റ് BJP, അങ്ങനെ 16 സീറ്റ്. വനിതാ പഞ്ചായത്താണ്. അത് 20-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. പാർട്ടി നടപടി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വേറെ ഈ BJP-ആയിട്ടോ കോൺഗ്രസുമായിട്ടോ സഖ്യമില്ലല്ലോ. സ്വതന്ത്ര നിലപാടായിരിക്കും പാർട്ടിയുടെ നിലപാട്. നറുക്കെടുപ്പിലൂടെ വരാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ. തിരഞ്ഞെടുപ്പിൽ UDF-ന് 2-ൽ നിന്നും 6 സീറ്റിലേക്കും NDAയ്ക്ക് 2-ൽ നിന്ന് 4 സീറ്റിലേക്കുമാണ് ഉയർന്നത്. ഇവിടെ UDF-ന് ലീഗിന്റെ 1 സീറ്റാണുള്ളത്. 5 സീറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ എങ്കിലും BJP അംഗം പ്രസിഡന്റാകുന്ന പഞ്ചായത്തായി മാറിയിരിക്കുകയാണ് പാണ്ടനാട് പഞ്ചായത്ത്. ഇവിടെ UDF ആണ് മുന്നിലെങ്കിലും പ്രസിഡന്റ് സ്ഥാനം ഇവർക്ക് ലഭിക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമാണ്. LDF UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് BJP-ക്ക് ഈ സാധ്യത തെളിഞ്ഞത്. ഇപ്പം BJP-യും പിന്നെ കോൺഗ്രസും തുല്യ നിലയിലാണ് ഇത് ടോസ് സീറ്റ് വന്നിരിക്കുന്നത്. ടോസ് ഇടേണ്ട ഒരു അവസ്ഥ വരുവാണ്. ടോസിനകത്ത് തന്നെ പോകാനാണ് ഞങ്ങളുടെയും പാർട്ടിയുടെയും തീരുമാനം. പാർട്ടി എന്തു പറയുന്നു, പാർട്ടിയിൽ നിന്ന് ഉള്ള നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിന് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഇതുവരെ പാർട്ടി ഒരു നിർദ്ദേശം തന്നിട്ടില്ല, അതനുസരിച്ച് മുന്നോട്ട് പോകും. പാണാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നമ്മുടെ പാണാട് പഞ്ചായത്തിനെ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പാർട്ടി പ്രവർത്തകരോട് ആലോചിച്ച് തന്നെ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ
നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുമാണ് എൻ്റെ താല്പര്യം. നമുക്ക് നിലവിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പഞ്ചായത്ത് കാര്യാലയം നമുക്കില്ല. ആദ്യത്തെ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പഞ്ചായത്ത് കാര്യാലയം തന്നെ ആദ്യം നിർമ്മിച്ചെടുക്കണം. അതാണ് ഒന്നാമത്. കാരണം ഒരു വണ്ടി വന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ വണ്ടി വന്ന് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഒരു കസ്റ്റമറുടെ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. ഒരു പാലനാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മേശയ്ക്ക് ചുറ്റും എന്താ പറയുന്നത് എല്ലാ 2-3 ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചിരുന്നാണ് അവരുടെ വർക്കുകൾ ചെയ്ത് തീർക്കുന്നത്. തൊഴിലുറപ്പിന്റെ ആണെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ ആണെങ്കിലും അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തി നല്ലൊരു ഓഫീസ് കെട്ടിടം നമുക്ക് പണിത് ഉയർത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെയാണ് നമ്മുടെ താല്പര്യം. വാർഡുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ വാർഡുകളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. 14 ഭരണസമിതിയിൽ UDF 6, NDA 5, LDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കയറാമെന്ന് കണക്കുകൂട്ടലായിരുന്നു NDAയ്ക്ക്. LDFിലെ പരാജയപ്പെട്ടവരിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല മോഹനും ഉൾപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ പാണ്ടനാട് പഞ്ചായത്തിലെ ഭരണം എങ്ങനെയെന്ന് കാത്തിരുന്നു കാണാം. ഈ വരുന്ന 21-നാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അറിയാം ആര് വാഴുമെന്നും ആര് വീഴുമെന്നും. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.